ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് പോവാണ്. എന്താണ് വിശേഷം? സുഖമാണോ? ഹായ്, ഹലോ അക്ബർ. ഓക്കെ, സുഖമാണ് ബോസ്. ഒരുപാട് സന്തോഷം കേട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ബിഗ് ബോസ് എൻ്റെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഒരാൾ റിപ്ലൈ തരുമോ? പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് സീസൺ 7 എൻ്റെ ഒരു യാത്ര ഇത്രയേറെ ഭംഗിയാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും സ്നേഹങ്ങളും ഒക്കെ ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് എന്നെക്കുറിച്ച് ഞാൻ സത്യം പറഞ്ഞ തിരിച്ചു വരുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരുപാട് പേര് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എന്താ പറയുക, ഒരുപാട് നല്ല കോംപ്ലിമെൻറ്റുകൾ തന്നിരുന്നു. നല്ല ഗെയിമറാണ്, മൈൻഡ് ഗെയിമറാണ്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അനീഷേട്ടൻ പറഞ്ഞ മാതിരി ശിരസ് കുനിച്ചിട്ടുള്ള നന്ദി പറയുന്നു. എന്താ പറയുക, ഒരു വലിയ യാത്രയായിരുന്നു. വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ടഫാണ് അതിനകത്ത്. യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ബ്രോ. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളങ്ങനെ പറയുമ്പോൾ, കാരണം അതിനകത്ത് ഞാനൊരു നല്ല മനുഷ്യനല്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ പുറത്ത് നിങ്ങളിത് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ചേട്ടൻ സത്യത്തിൽ അടിപൊളി ഗെയിമർ. താങ്ക് യു സോ മച്ച്. ഞാൻ എന്ത് ചെയ്യാം, ഇത്രയും ഞാൻ കുറേ കാലമായി പാടിയിട്ട്, അതായത് ഒന്ന് വൃത്തിക്ക് ഗിറ്റാറൊക്കെ വെച്ച് പാടിയിട്ട് ഒരുപാടായി. അപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു ലൈവാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പാടാം. കൂടുതൽ പാടുന്നില്ല, വരികളുടെ പ്രശ്നം. ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് കണ്ടത്. താങ്ക് യു സോ മച്ച് ബ്രദർ. ഒരുപാട് സന്തോഷം. അക്ബർ ദ റിയൽ വിന്നർ, മൈൻഡ് ഗെയിമർ, നല്ല മനുഷ്യൻ അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ ചുമ്മാ തീയല്ലേ, പാട്ട് കലക്കി തേരല്ലേ. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അതിനകത്തൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതിനകത്തുനിന്ന് ഞാൻ പഠിച്ചൊരു പാഠങ്ങളാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ളതൊക്കെ. അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ലൈഫിലെ എക്സ്പീരിയൻസിൽ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരെ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ച് പോകും. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി, ഒരുപാട് നല്ല ഫ്രണ്ട്സ്, ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ
സൗഹൃദം അവർക്കൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഫ്രണ്ട്സിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്സായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ ഞാൻ അതിനകത്ത് എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഇനി ലൈഫ് ലോങ് അവരുണ്ടാവും കൂടെ. അനുവിനെ കുറിച്ച് പാട്ട് പാടി അപ്പോൾ അതിന് ഒരുപാട് വരികൾ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള സമയമില്ല നമുക്ക്. അത് കഴിഞ്ഞു, ഗെയിമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുന്നു. അനുവിൻ്റെ കാര്യം നോക്കി പോകുന്നു. വാട്ട് അബൌട്ട് അവർ സോങ് മായാദീവാന? മായാദീവാന ആക്ച്വലി ഗംഭീര സോങ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ പാടിയ പാട്ടാണ് അത്. അതിനകത്തുള്ളപ്പോഴാണ് അത് റിലീസായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര എന്താ പറയുക, എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ മായാദീവാന എന്ന് പറയുന്ന സോങ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, വിഷ്ണു ഗ്രൂവി അടക്കം എല്ലാവർക്കും, ക്യാമറ, അതിൻ്റെ അഭിനയിച്ച കാസ്റ്റിംഗ്, അതിൻ്റെ ആക്ട്രസ്, എല്ലാവരും അടിപൊളി സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ലൈവ് കാണുന്ന എല്ലാവരും പോയിട്ട് മായാദീവാനെ കാണണം, മായാദീവാനെ ഷെയർ ചെയ്യണം. അത് മിസിരിലരാ ഒന്ന് കണ്ടാലേ ദില്ലാകെ, ഇതുവഴി നീ വന്നപ്പോലാണ് കണ്ണാളെ, സ്വർഗത്തിലെ സർബത്താണേ ചുണ്ടാകെ, കണ്ട മുതലേ ഞാനുണ്ടെൻ്റെ പിന്നാലെ. അങ്ങനത്തെ ഒരു പാട്ട്. അപ്പോൾ ഇത് യൂട്യൂബിലുണ്ട്, എല്ലാവരും കാണണം. ഓഡിയോ പ്ലാറ്റ്ഫോമുകളുണ്ട്. കാറുകളിലൊക്കെ പോകുമ്പോൾ അതൊക്കെ ഇരുന്ന് കേൾക്കണം. അങ്ങനെയൊക്കെ എനിക്ക് സപ്പോർട്ട് തരണം. അതാണ് എനിക്ക് എല്ലാവരോടും ജനറലി പറയാനുള്ളത്. നല്ലൊരു പാട്ടാണ് മായാദീവാനെ. നിങ്ങളിത് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത പാട്ട് ചെയ്യാനുള്ള ഒരു കൊതി വരുന്നതും ഒരു ത്വര വരുന്നതും. അതുമാതിരി അതിൻ്റെ ആക്ട്രസ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഹർഷിതയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ട്. ഹർഷിത ഭയങ്കര ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. നന്നായി പാടും. പിന്നെ നല്ല ഗ്രേസ് ആണ്, നല്ല സ്റ്റെപ്പാണ്. ഞാൻ അതിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ട് എൻ്റെ. അത് ഞാൻ കുറെ ബുദ്ധിമുട്ടിക്കണം അത് പഠിച്ചെടുക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഹർഷിത എനിക്ക് ഇതിനകത്ത് ഉണ്ട് തോന്നുന്നു. ഹർഷിത ഹായ്. വാട്ട് വിൽ യു സേ അബൌട്ട് യുവർ ഫാൻസ്? എൻ്റെ ഫാൻസിൻ്റെ അടുത്ത് ഫാൻസ് എന്നുള്ള പദപ്രയോഗത്തിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ മനസ്സിലാക്കിയവർ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ മനസ്സിലാക്കി ഏറ്റെടുത്തവർ. അത് എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ അതിനകത്ത് ഒരുപാട് ട്രോമകളിലൂടെയും ഒരുപാട് ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഹത്യ തുടങ്ങിയിട്ടുള്ള എൻ്റെ നോട്ടം ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്, ബോഡി ഷേമിങ് മുതൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അതിനകത്ത് ഏറ്റവും വലിയ സർവൈവർ. ഞാൻ 100 ദിവസം ഒക്കെ ഞാൻ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ട് അവസാനം കപ്പ് എന്നുള്ള മൈൻഡൊക്കെ പോയി. എങ്ങനെയെങ്കിലും 100 ദിവസം തികയ്ക്കണം എന്നുള്ള മൈൻഡിലോട്ട് വരെ എത്തി. അത്രയും മാത്രം ട്രോമയിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിനകത്ത്. കാരണം ഹൗസ് മേറ്റ്സ് എല്ലാവരും എനിക്കെതിരായിരുന്നു പലപ്പോഴായിട്ടും. അപ്പോൾ ആ സമയത്തൊക്കെ പുറത്ത് ഇത്രയും അധികം ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി ഓരോ വാക്കും, എനിക്ക് വേണ്ടി ഒരു 2 സെക്കൻഡെങ്കിലും നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും എന്നെ മനസ്സിലാക്കി എന്നെ കൂടെ നിന്നതിന് ഒരുപാട് സന്തോഷം. അനീഷേട്ടനെ കുറിച്ച് 2 വാക്ക്. അനീഷേട്ടൻ്റെതായിട്ടുള്ളൊരു ഗെയിമുള്ള നല്ലൊരു മനുഷ്യനാണ് പുള്ളി. ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് റൂഡാണെങ്കിലും പുറത്ത്, പക്ഷേ പുള്ളി പിന്നെ ഒരു 50-60 എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുമായിട്ടൊക്കെ നല്ല സമ്പർക്കത്തിൽ വരുന്നു. പിന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ അതവിടെ വിട്ടു, പുള്ളി അതവിടെ വിട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് പുള്ളി നല്ലൊരു ഹൃദയമുണ്ട്, നല്ല മനുഷ്യനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോജാക്കു, വി ഓൾ ലവ് യു ടു. അമീർ സുഹേലിയുടെ യഥാർത്ഥ വിജയം. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് നമ്മുടെ വിജയം. ബ്രോ, യു പ്ലേഡ് ദ ഗെയിം വിത്ത് ഡിഗ്നിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്. സെൻസിബിൾ ഓഡിയൻസ് ഓൾവേസ് ഹാവ് എ പ്ലേസ് ഇൻ അവർ ഹാർട്ട് ഫോർ യു. താങ്ക് യു ബ്രോ. നെവിനായിട്ട് പിന്നെ സംസാരിച്ചോ? ആക്ച്വലി നെവിനായിട്ട് സംസാരിച്ചിട്ടില്ല. നെവിന് ഞാനൊരു 40,000 രൂപ കൊടുക്കാനുണ്ട് ഓൾറെഡി. അപ്പോൾ ചെന്നൈയിൽ നിന്ന് എനിക്ക് അവനാണ് ഊബർ വിളിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നെവിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഊബറിൻ്റെ 900 കൂടി കൂട്ടിയിട്ട് 40,900 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവനായിട്ട് അവസാനം ഞാൻ സംസാരിച്ചത്. ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് സംസാരിച്ചിട്ടില്ല.
നെവിൻ വേറെ ലെവലാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള 2 ഗെയിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിസ്സംശയം പറയുന്ന 2 പേര് ആര്യൻ ആൻഡ് നെവിൻ. ഇവർ 2 പേരും എന്ന് പറഞ്ഞാൽ പാക്ക്ഡ് ആണ്. ഭയങ്കര എൻ്റർടൈൻമെൻറ്റും ഗെയിമും എല്ലാം ഒരുമിച്ചുള്ള ടാസ്ക് ചെയ്യാൻ എല്ലാം ഒരുമിച്ചുള്ള ഒരു പാക്ക്ഡ് ആയിട്ടുള്ള ഒരു കിടാക്കളാണ് 2 പേരും. ബ്രോ റെന ആര്യൻ ജിസേൽ അപ്പാനി നെവിൻ കൂട്ടുവിട്ട് വിടരുത് ഇടയ്ക്കിടെ റീലൊക്കെ തീർച്ചയായിട്ടും അവർ ഞാൻ ഒരിക്കലും വിടില്ല. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ കുരുതി എന്ന് പറഞ്ഞാലും ഞങ്ങൾ തമ്മിലുള്ള ഉള്ളിലുണ്ടായിരുന്ന ബോണ്ട് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒരിക്കൽ പോലും ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ല, ഞങ്ങളൊരു വലിയ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ബോണ്ട് ഉണ്ടായിരുന്നു ഭയങ്കര. ആ ബോണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. റെൻ എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു, ജിസേൽ വിളിക്കുന്നുണ്ട്, ആര്യം വിളിക്കുന്നുണ്ട്. ഇനി നെവിനെ മാത്രമാണ് ഇപ്പോൾ വിളിക്കാൻ പറ്റാത്തത്, നെവിനെ വിളിക്കണം. അപ്പം ആ ബോണ്ടില്ലാണ്ട് നിൽക്കില്ല. കാരണം എനിക്ക് അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അത് ഭയങ്കര നമ്മൾക്ക് അത്രയും സന്തോഷം തന്ന ഒരുപാട് മൊമെന്റ്സ് ആ ബോണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബുള്ളി ഗാങ് ട്രിപ്പ് വെയിറ്റിംഗ്. തീർച്ചയായിട്ടും യു ഡിസേർവ് ദ കപ്പ്. ഇറ്റ്സ് ഓക്കെ ബ്രോ, എവരി വൺ ഡിസേർവ്സ്. ബട്ട് ഇത് പറയുമ്പോൾ തന്നെ സന്തോഷം. രാത്രി കൂളിംഗ് ഗ്ലാസ് ഇട്ട് അതൊക്കെ ഉള്ള രസം. ഇറങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങണ്ടേ. നിലപാടുള്ള ആണൊരുത്തൻ. താങ്ക് യു ബ്രോ, താങ്ക് യു. കാരണം ഞാൻ വിശ്വസിച്ചത് അതിനകത്ത് അതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാ. സത്യം പറഞ്ഞ ഒരു പാട്ടുകാരൻ വന്നിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു സംശയം ഒരുപാട് പേർക്കുള്ളിലുണ്ടായിരുന്നു. ഈവൻ ഈ പല PR-ന്റെ ആൾക്കാരും ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ആ ചർച്ചകൾ ഉണ്ടായിരുന്നു, അക്ബർ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നുള്ളത്. പക്ഷെ അക്ബർ പോയിട്ട് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ കണ്ടു. ആ ചെയ്ത കാര്യങ്ങൾ കാരണം തുടക്കത്തിലൊക്കെ ഞാൻ കുറച്ച് റൂഡായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളും എൻ്റെ അടുത്ത് വന്നു. ഈവൻ രേണു വെച്ചിനെ പറഞ്ഞതൊക്കെ അതൊക്കെ ഞാൻ തന്നെ ആലോചിക്കേണ്ടത് എന്തിനാണ് ഞാനത് പറഞ്ഞത് എന്നുള്ളതൊക്കെ, എങ്ങനെയാണ് എൻ്റെ വായിൽ വന്നതെന്നുള്ളതൊക്കെ. പിന്നെ ആ സമയത്തൊക്കെ ഭയങ്കര വൃത്തികെട്ടവനും തെണ്ടിയായിരുന്നു ഞാൻ. പക്ഷെ അവിടുന്ന് ഞാൻ മാറി. പക്ഷെ പിന്നെ നിങ്ങൾ എൻ്റെ തെറ്റ് മനസ്സിലാക്കി ഞാനൊരു റൂട്ട് അതായത് എൻ്റെ ഒരു വഴി ഞാനത് വെട്ടി തെളിച്ച് പോകുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ. ഐബ്രോസ് ആൻഡ് മീശ വെക്ക്. പിന്നെ ബിഗ് ബോസ് കണ്ടു ഇഷ്ടപ്പെട്ടതാണ് നിങ്ങളെ അക്ബർ ആൻഡ് നെവിൻ. താങ്ക് യു. ഞാൻ വെക്കാം. ഞാൻ എന്തായാലും മീശ വെക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അത് കാരണം ബിഗ് ബോസിനകത്താണെങ്കിലും പലർക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യം മീശ വെച്ചാലാണ് മീനാവുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പോൾ മീശയിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ബിഗ് ബോസ് വിന്നറാണ്. താങ്ക് യു ബ്രോ. സ്റ്റാർ സിംഗർ വരില്ല, തീർച്ചയായിട്ടും വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ഫാമിലിയാണ്. നിലപാടുള്ളതാണ് ഒരുത്തൻ. വീണ്ടും താങ്ക് യു. ബിഗ് ബോസിൽ പ്രേതമുണ്ടോ? ഇല്ല. ബിഗ് ബോസിൽ പ്രേതമുണ്ടോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ ലൈൻ കട്ട് വരുന്നുണ്ട്. ലൈൻ കട്ട് വിത്ത് അഞ്ജന വരുന്നുണ്ട്. അതെനിക്ക് അവിടുന്ന് കൊടുക്കാൻ പറ്റിയില്ല. അവിടുന്ന് മറ്റേ ക്രൂവിൻ്റെ കുറച്ച് ടൈമിൻ്റെ പ്രശ്നം കാരണം പറ്റിയില്ല. തീർച്ചയായിട്ടും വരുന്നുണ്ട്. ജിസൈലിന് സേ സംതിങ് അബൌട്ട് ജിസൈൽ ഈസ് എ വെരി ഗുഡ് ഹാർട്ടഡ് അല്ലേ, നല്ല ഹൃദയമുള്ള ഒരാളാണ്. ഭയങ്കര മെച്ചോർഡാണ്. ആവശ്യമില്ലാതൊന്നും അങ്ങനെ വഴക്കുണ്ടാക്കാനൊന്നും പോവാത്ത ഒരു ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പലതൊന്നും ജിസൈലിന് മനസ്സിലാവില്ല പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞ മാതിരി ഒരു 10 വട്ടമൊക്കെ പറഞ്ഞു കൊടുക്കണം. അനീഷേട്ടനാണ് പെട്ടെന്ന് ജിസൈലിനെ പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത്. കാരണം അനീഷേട്ടൻ തന്നെ ആദ്യം ഒരു 3-4 വട്ടം പറയുമ്പോൾ തന്നെ ജിസൈലിന് മനസ്സിലാവും. ബിഗ് ബോസിൽ പ്രേതമാണ് അനിമോൾ. പക്ഷെ ഞാൻ എന്തിനത് വായിച്ചത്? അങ്ങനെ പറയരുത് ബ്രോ, നമ്മൾ ടോക്സിക് ആവണ്ട. വിന്നറാകാത്തത് നല്ല സങ്കടമുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഒരാളല്ലേ വിന്നറാവുള്ളൂ. ഒളിമ്പിക്സ് ആണെങ്കിലും കൂടെ ഒരു 10-15 പേര് ഓടിയാലും ഒരാളല്ലേ വിന്നറാവുള്ളൂ. പക്ഷെ ഓടിയവരൊക്കെ ഒരുപാട് എന്താ പറയാ താണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. ബാക്കി 14 പേരും അവരും ഒരുപാട് തരണം ചെയ്തു വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുള്ളത് കൊണ്ടാണ്, കൂടെ ഓടാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ആദ്യം ഓടിയ ആൾക്ക് സമ്മാനം കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കൂടെ ഓടിയവരും ഒരു പരിധിവരെ വിന്നേഴ്സാണ്. ബിഗ് ബോസ് വീട് മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം അങ്ങനെ മിസ്സൊന്നും ചെയ്യണില്ല. മിസ് ചെയ്യുമായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും. ആണ് ഇതുപോലെ സ്വയം തെറ്റ് സമ്മതിക്കുന്ന ആരെങ്കിലും സോറി പറയുന്നതും കണ്ടിട്ടുണ്ടോ? അതാണ് ക്വാളിറ്റി. അക്ബർക്ക, താങ്ക് യു ബ്രോ, താങ്ക് യു. ഷെറിൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഷെറിൻ ഇവിടെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്. ഷെറിൻ
ഷെറീനെ ഞാൻ കെട്ടിപ്പിടിച്ചില്ല എന്ന് പറയണ പ്രശ്നമാണ്. ഏതാണ് എന്താണ് അവളുടെ പേര്? ആരാ? ഷെബീന. എന്താ നോക്കി ഓരോ ഡാക്കൾ ഇറങ്ങിക്കോളൂ ഇഷ്ടം. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആദ്യം അവളെയാണ് പോയിട്ട് കെട്ടിപ്പിടിച്ചത്. ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവളെ മൈൻഡ്, ഞാനാണെങ്കിലോ 100 ദിവസം ഉപ്പാനെ കണ്ടിട്ടില്ല. അപ്പോൾ ഉപ്പാനെ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഇതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മയും ഇവളും ഫാമിലി വീക്കിൽ വന്നു. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴും എനിക്ക് അപ്പാനിയുടെ ഫോണിൽ നിന്ന് ഞാൻ ഇവളെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഉമ്മാനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാനെ ഇപ്പോൾ എനിക്ക് ആ മിസ്സിങ് എന്ന് പറയുന്ന, ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സാധനം ഉപ്പ എന്ന് പറയുന്ന ആ ഒരു ഉപ്പ എന്ന് പറയുന്ന വികാരം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ 100 ദിവസം സംസാരിച്ചിട്ട് പോലും ഇല്ല. ഈവൻ പുറത്തിറങ്ങിയപ്പോഴും ഞാൻ ചെന്നൈയിൽ നിന്നിട്ട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വന്നപ്പോ ഇവള് ഷെറീനെ ആദ്യം കെട്ടിപ്പിടിച്ചു. പിന്നെ ഉമ്മ, പെങ്ങളെ മക്കള്, പിന്നെ ഉപ്പാനെ അവിടുന്ന് പോലീസുകാർ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഉപ്പ പറഞ്ഞത് എന്റെ ഫാമിലിയാന്ന് പറഞ്ഞിട്ട് കടത്തി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ ഉപ്പാടെ അടുത്തേക്ക് പോവുക ചെയ്തത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ ഇങ്ങനെ പൊക്കയും പിടിച്ചുള്ളത് ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടാസ്ക് പോലെ എനിക്ക് തോന്നിയത് പെട്ടെന്ന്. അങ്ങനെ അത് പക്ഷെ ഞാൻ ഇവിടെ കെട്ടിപ്പിടിക്കണൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് മാത്രം കെട്ടുകൊണ്ട്. എന്ത് ചീപ്പാണല്ലോ അതൊക്കെ. എന്താ എനിക്ക് പറയാനുള്ളത് അതിന്? ഇതിലും പറ. എന്താലേ, എന്താ കൊറേ ചീപ്പ് ആൾക്കാരുണ്ട് ഇഷ്ടാ. എന്നിട്ട് അക്ബറിനെ ഒഴിവാക്കി കൂടെന്നൊക്കെ. എടോ കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വെറുതെ ഫസ്റ്റ് ഡേ തൊട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പൊ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടോ? ഇല്ലോ. ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കണ്ടസ്റ്റൻസുമായിട്ട് ഞാൻ ഒരു നിലയ്ക്കും ബന്ധം വെക്കാൻ പറ്റില്ലായിരിക്കും. എല്ലാവരും അല്ല, ചില ആളുകളുമായിട്ട്. അപ്പോൾ എനിക്കത് താല്പര്യമില്ല. വന്നിട്ട് ഞാൻ കുറച്ച് റീൽസ് കാണുമ്പോൾ തന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ, കൂടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെയുള്ളൊരു സന്തോഷം എന്ന് അറിയോ, എൻ്റെ ബുള്ളി ഗ്യാങ്, അതായത് അക്ബറിന്റെ കൂടെയുള്ള ഗ്യാങ് ഉണ്ടല്ലോ, അക്ബർ, ആര്യൻ, അപ്പാനി, ജിസൈൽ, റെന, ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരസ്പരം ഒരുപാടൊന്നും അതിനകത്ത് ബാക്കിൽ നിന്ന് കത്തി കുത്തുക എന്ന് പറയുന്ന സാധനമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ പലരും അതിനകത്ത്, ഞാൻ പുറത്തിറങ്ങിയിട്ട് ഓരോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഓരോരുത്തരൊക്കെ എന്തൊക്കെയാണ് മാറിയിരുന്നിട്ട് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് റബ്ബേ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചിരിക്കുകയും ചെയ്യും. എനിക്ക് വയ്യ അത് ആലോചിക്കാണ്ട്. അപ്പൊ ഞാൻ ഈ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരോട് ചിലപ്പോൾ ഒരുപാട് ദേഷ്യം വരും. അപ്പൊ എന്തിനാണ് ഇപ്പൊ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈസയിൽ നിങ്ങളെ വൈഫിനെ കുറിച്ച് പറഞ്ഞത് വൈറലാണ്. എന്താടി നിന്നെ പറ്റി പറഞ്ഞേ? നിങ്ങളെ പറ്റി ഹേറ്റേഴ്സ് കുറ്റമാകെ പറയാനുള്ളത് രേണു ചേച്ചി പറഞ്ഞതാ മാത്രമാണ്. ഗുഡ് ഗെയിമർ ആയിരുന്നു, താങ്ക് യു. അയ്യോ, അത് രേണു ചേച്ചീനെ അത് പറ്റിപ്പോയി, അതെന്റെ വായിന്ന് വന്നു. അത് ഇനിയിപ്പോ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കാൻ പറ്റില്ലല്ലോ, അത് കഴിഞ്ഞു. നിലപാടുള്ള നട്ടിലുള്ള ആൾ, സ്വന്തം നിലപാടുകൾ ആർക്കും വേണ്ടി മാറ്റാത്ത ആളോ. താങ്ക് യു. ആര്യനെ ആടാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പക്ഷെ ആര്യന്റെ ഐഡിയ എന്താ ഞാൻ നോക്കിയിട്ടില്ല. എങ്ങനെയാടാ അത് കാണിക്കത്? ഞാൻ ആക്ച്വലി ഇതെല്ലാം മറന്നു മൊബൈൽ യൂസ് ചെയ്യാതെ. ഇതില് പ്ലസ് തന്നെയല്ലേ റിക്വസ്റ്റ് ടു ജോയിൻ അല്ലേ? ഏതാ ആര്യൻ? ഇതിപ്പോ നമ്മളെങ്ങനെ ആഡ് ചെയ്യാ? സൈഡിൽ എന്താ? കിട്ടി. ആര്യനൊന്ന് വിളിച്ചേ, ഫ്രീ ആണോ ചോദിച്ചേ? നോക്കട്ടെ, ആര്യൻ ഇതിനകത്ത് ഉണ്ട്, ഒന്ന് നോക്കി നോക്കട്ടെ. ആര്യൻ വരുവാണെങ്കിൽ വരട്ടെ. അതുവരെ ലവ് നെവിൻ അക്ബർ കോംബോ. താങ്ക് യു നെവിൻ, സച്ച് എ ജം ഗായ്. അക്ബർ കാ ചിരി രശ്മില, താങ്ക് യു. അസറു, സഞ്ജന അൻവർ, നസീർ, ഓസി, ഷാനി, ശ്രീരാഗ്,
അത്തൂസ് അത്തി സോഫ കിട്ടിയോ? ഓ, സോഫ കിട്ടിയില്ല. അതെന്താ? അതെന്റെ മറ്റൊരു സ്ട്രാറ്റജി ആയിരുന്നു, വേറെ ആൾക്ക് കിട്ടി. അഥവാ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സോഫ പറഞ്ഞത്. പക്ഷെ ബിഗ് ബോസ് എന്നെ പറ്റിച്ചു, എനിക്ക് സോഫ തന്നില്ല. ക്യാപ്റ്റൻസി സൂപ്പർ. ഇപ്പൊ ട്രാവലിംഗിലാണ്, ഒരു 10 മിനിറ്റ്. ആ, ഒരു 10 മിനിറ്റ്. ഓക്കെ, മമ്പുറപ്പ് പാട് പ്ലീസ്. മമ്പുറപ്പ് ഞാൻ പാടിയിട്ടിട്ടുണ്ട്. മമ്പുറപ്പൂ മക്കാമിലെ മൗലദവീലവാസിലെ ഇമ്പപ്പൂവായ കുത്തുബുലി സെയ്തലവിറലിയല്ല. വാട്ട് യു സേ അബൌട്ട് ആദില ആൻഡ് നൂറ? ആദില ആൻഡ് നൂറ, ഞാൻ മനസ്സിലാക്കിയത് അവർ പലപ്പോഴും നല്ല, അവരുള്ളിൽ എനിക്കെതിരെ അത്രയും വലിയ ഹേറ്റ് പലരും കുത്തിവെച്ചതാണ്. ആക്ച്വലി പലരാൽ, ഒരാൾ മാത്രമല്ല, പലരാൽ കുത്തിവെച്ചതാണ്. അങ്ങനെ എൻ്റെ അടുത്തൊരു മോശമായിട്ട് അത് ഞാനത് അവിടെ ഇട്ട് ക്ഷമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ ഒക്കെ നമ്മളായിട്ട് നല്ല സുഹൃത്തുക്കളാണ്. അവർ ആക്ച്വലി നല്ല ക്യാരക്ടറുള്ള ആൾക്കാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരിച്ചും അവർക്ക് എന്നോട് അങ്ങനെ തന്നെയാണ് എന്നാണ് അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ നല്ലത് വരട്ടെ. കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഓവർകം ചെയ്തു വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഈവൻ ഒരു ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാതെ. കാരണം അവരെടുത്ത തീരുമാനത്തിൻ്റെ പുറത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടാണ് അവർ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ബിഗ് ബോസിൽ വന്ന് റീച്ചായി ഇനി പുറത്തെത്തി അവരവരുടെ ലൈഫ് അവർക്ക് ഏറ്റവും നല്ല സുഗമമായിട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Know that you gained the love of many. Never did you put up fake allegations against anyone. Stay within the dynamics of the game. Played well. Thank you, bro. Thank you. Thank you so much. അനുമോളെ പറ്റി എന്താ അഭിപ്രായം? എന്തിനാണത്? എൻ്റെ അഭിപ്രായം എന്തിനാണ് അറിയാം? എൻ്റെ അഭിപ്രായം മൊത്തം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അക്ബറെ അറിയാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ. താങ്ക് യു ബ്രോ. ഓവറോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. നോ വറീസ്, വി നോ യു വെൽ. താങ്ക് യു. അർഷാദ് ഇക്ക ഉയർ. നെവിൻ അക്ബർ ആര്യൻ. ഓക്കെ, പക്ക ഹിന്ദി സോങ്, ഹിന്ദി ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഓ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. അലിഫ്, ഷാനവാസിന് അന്ന് ശരിക്കും പണി കൊടുത്തതല്ലേ? എന്ത് പണി കൊടുത്തത്? ഷാനവാസ്ക ഇപ്പോഴും അക്ബർ എന്നാണ് പറയുന്നത്. പാവം, ഞാൻ വന്നിട്ട് കുറെ കണ്ട്. ഷാനവാസ്ക ലവ്. അനുമോൾ ക്യാഷ് ഒന്നും ഇല്ല. അനുമോൾ ക്യാഷ് മേടിക്കണം. ഗെയിമിന്റെ പകുതി എമൗണ്ട് കിട്ടാനുണ്ട്. കളിച്ച ഏകദേശം 2,20,000. 2,20,000 ഹരിക്കണം 3 എത്ര അടി? മലയാളമല്ല, 2,20,000 ഹരിക്കണം 3 ഡിവൈഡഡ് ബൈ 3. അമ്മ 2 ചെസ് 2,20,000. ഇപ്പം അറിയണം എനിക്ക്. 73,000 റുപ്യ അനുമോൾ തരാനുണ്ട്. അത് ഞാൻ മേടിക്കും. കാക്കനാട് വന്നപ്പോൾ എക്സാക്ട് മുനവർ ഫറൂഖി ലുക്കായിരുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓഫ്, അനുമോൾ പി ആർ ഉണ്ടോ? അതാ എന്തൊരു ക്വസ്റ്റ്യൻ ആണ്. അനുമോളെ ആഡാക്കുന്നൊക്കെ അല്ലോ. ഞാൻ ആര്യൻ ഉണ്ടോ നോക്കട്ടെ. ആര്യൻ ആര്യം വന്നോ? ചോദിച്ചു 10 മിനിറ്റ് ആയല്ലോ. ഒരു ഹായ് തരുമോ? ഫൈസി ഹായ്. ചേട്ടാ, അനുമോൾ ഡിസേർവ്ഡ് ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഡിസേർവ്ഡ് അല്ല എന്ന് പറഞ്ഞാൽ ആ കപ്പ് എടുത്തിട്ട് നമുക്ക് തരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇനി അതിനെ കുറിച്ചുള്ള ചർച്ച വേണ്ട. അക്ബറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യനാണ്. തീർച്ചയായിട്ടും ആര്യൻ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്, ഒരു സംശയമില്ല.
നിങ്ങള് നമ്മുടെ മനസ്സിൽ വിന്നർ Moving live. I'll take me 2 minutes. I'm live with. Hello. 1 minute. 1 minute. Hi. മോനെടാ മുച്ചാനെ. ഹലോ. പുറത്തെത്തിയപ്പോ അമ്മ ഒന്നും വേണ്ട എനിക്ക്. എടാ എന്ത് മൈൻഡടാ നീ അങ്ങനെ പറയലടാ. ഞാൻ മറ്റേ പൂജയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഫാമിലി ഡിന്നറിനൊക്കെ വേണ്ടി. എന്നെ പറഞ്ഞു. ഇയ്യ് ഒരു മൈൻഡില്ലല്ലോ പുറത്തിറങ്ങിയപ്പോ. എടാ ഇല്ലടാ എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. നിന്നെ ആൾക്കാരെ വിടത്തില്ല ഒരു 1.5 മാസമൊക്കെ. നീ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ അളിയാ. എന്ത് സൂപ്പർ സ്റ്റാർ, എല്ലാരും മനസ്സിലാ മായ മോഹിനിയാണ്, മായ മോഹിനി. ഓ ഇത് അങ്ങനെ കളിയാക്ക്. നീ ഇപ്പൊ എവിടെയാ? ഹലോ അറു ഹലോ അറുവാ ഇക്കു. അറു എന്റെ ചെവി എടുക്കുന്നു ഇക്കു ഇക്കു കേട്ടിട്ട്. കേട്ടിട്ട് അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചോക്കെ നീ. അയ്യോ അങ്ങനെ രണ്ടുപേർക്കും സുഖമാണ്, സുഖമല്ലേ ചോദിക്കുന്നുണ്ട്. സുഖമാണ്. ഹേ എടാ നീ ഫ്രീ ആവുമ്പോ ഇറങ്ങ്, അപ്പാണിയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഞാന് ഇത് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഇനി എനിക്ക് ലൊക്കേഷൻ അയച്ചിട്ടേക്ക്. ഓക്കെ അവിടെ ഒരു ലൈവും കൂടി ചെയ്യാടാ ഒരുമിച്ച്. അത് ചെയ്യാം. ആരും ബ്രോ ബിഗ് ഫാൻ. എനിക്ക് ബ്രോയുടെ കാണാൻ ബിഗ് ആഗ്രഹമാണ് ബ്രോ. ഓ കറിയണ സ്റ്റെക്കാ ജാതി. അയ്യോ എന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലടാ, സത്യം പറ. പോടാ. അനുടെ പിയാറ. എടാ നിന്നെ എന്നെയും ബ്ലോക്ക് ചെയ്യും കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. സൂക്ഷിക്കണേ. ഇപ്പൊ ശശി തരൂരും മറ്റേ വലിയ വലിയ മിനിസ്റ്റേഴ്സെക്കാട്ടെ വലുതാണ് ഇപ്പൊ അനുമോള്. ഞാൻ വിളിക്കാൻ നോക്കി അനുമോളിനെ. അനുമോള് ഫോൺ ആട് 3 ഇപ്പോഴും ജോയിൻ ചെയ്തു. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ലൈവ് പോണത്. ആ അങ്ങനെയൊക്കെ പോകണ്ട ഇടയ്ക്ക്, നല്ല രസം. രൺബീർ കപൂർ വന്നല്ലോ. കേരള രൺബീർ കപൂർ. പണിവാളി. ഈ രൺബീർ കുന്നംകുളം പേര് ഇവനാണ് എനിക്ക് കൊടുത്തത്. അല്ലടാ അതിട്ട് ഞാൻ എന്റെ നാടിന്റെ പേര് എനിക്ക് കിട്ടതാ. കാരണം എന്റെ നാട്ടിൽ ഓൾറെഡി അർജിത് സിംഗ് കുന്നംകുളം പേരുണ്ട്. അപ്പൊ അതിട്ട് എടാ അത് മാറ്റാൻ വേണ്ടി നീ എനിക്ക് പണി തന്നല്ലടാ. കുഴപ്പമില്ലടാ, ഒന്നും വിഷയമല്ല. പക്ഷെ അത് എനിക്ക് ആൾക്കാർ ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു. ആര്യൻ യു ഷുഡ് ബി ദ റിയൽ വിന്നർ എന്ന്. കണ്ട ചെക്കന്മാരെ വിന്നറാക്കാൻ പോയതാ. പക്ഷെ 10ന്റെ വോട്ടില്ലടാ എനിക്ക്. അപ്പൊ കൊഴപ്പില്ലടാ, വോട്ട് വിഷയമല്ല. അത് നീ വിട്ട്, നീ ആൾക്കാരുടെ ഉള്ളിൽ കേറിയല്ലോ. ആൾക്കാരുടെ ഉള്ളിൽ കേറിയാ പിന്നെ അങ്ങനെ ആര്യനെ കിട്ടോന്ന് ചോദിച്ചിട്ട് എത്ര പെൺകുട്ടികളെ മെസ്സേജ് അയക്കണം. ഹായ് ഹലോ ആര്യൻ അക്ബർ, ഹൗ യു ഫീലിംഗ് ആഫ്റ്റർ ദ ബിഗ് ബോസ്? ആർ യു മിസ്സിംഗ് ദ ഷോ? പിന്നെ തീർച്ചയായിട്ടും മിസ്സിംഗ് ദ ഷോ. പ്ലീസ് സിംഗ് ബിഗ് ബോസിലെ റാണി നാടകം. നോ ബിഗ് ബോസ് ഓവർ എന്നൊക്കെ. ഓവർ. അത് ഗെയിം കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനാണ്? ഇത് ബിഗ് ബോസിൽ ആയിരുന്നെങ്കിൽ പാടിയാനെ. സത്യം പൊളിച്ചാനെ. പിന്നെന്താ ജിസേൽ, യുവർ ഫ്രണ്ട്ഷിപ്പ് അമേസിംഗ്. ജിസേൽ എവിടെ? ജിസേൽ നമ്മൾ ഞാൻ ഇപ്പൊ കാണാൻ പോകുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ എത്തും. എടാ അക്ബറെ ഇറങ്ങട്ടെ, ഞാൻ അവിടെ ഒരു 6:15 ആകുമ്പോ എത്തും. ഞാനും ഇറങ്ങുന്നുണ്ട്. അയച്ചോണ്ടാ. എടാ എത്ര ആൾക്കാരാണ് എന്റെ ലൈവ് കാണുന്നത്. എന്നെ ഓർക്കണേ, മറക്കല്ലേ എന്നെ. തെണ്ടി ഇതാ. അപ്പൊ ബാക്കി ആൾക്കാർക്കൊക്കെ ഉള്ള 2000-3000 ആൾക്കാർക്ക് ഹെല്ലോ അക്ബർ ഖാൻ സുഖാണോന്നൊക്കെ ഫുൾ ഫാൻസ് ഒക്കെ. കമ്മിങ്. എടാ നിന്നെ വിളിക്കട്ടാ. ആര്യൻ ചേട്ടനോട് ഇങ്ങനെ ആകണ്ട ഓരോരുത്തര് കളിയാക്കിക്കൊണ്ടിരുന്നോ? അതെ ശരി, ഞാൻ വിളിക്കട്ടാ. ബൈ. ശരി. ബൈ ഗൈസ്. അപ്പോ ഗൈസ് നെവിനെ ആഡ് ചെയ്യാൻ നെവിന്റെ അക്കൗണ്ട് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി ഫോൺ ഇന്നാണെന്ന് ഉപയോഗിക്കുന്നത്. അപ്പോ എല്ലാവരോടും ഒരുപാട് സന്തോഷം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നെവിന്റെ കൂടെ നെവിനെ കിട്ടിയിട്ടില്ല. നെവിന്റെ ID എനിക്കറിയില്ല. അക്ബർ ഭായ് ബോസ് ഞാൻ ആ സോങ് റീക്രിയേറ്റ് ചെയ്തത്. സോറി ഫോർ ദാറ്റ് കോപ്പി റൈറ്റ്സ് ബ്രോ. ഏത് ആ ബിഗ് ബോസിലെ റാണിയിലല്ലേ?
അടിപൊളി. മോട്ടവേഴ്സോ? ആ, ഓക്കെ. അടിപൊളി. പക്ഷെ രസമായിരുന്നു കേട്ടോ ബ്രോ, നല്ലായിരുന്നു. അത് കോപ്പറേറ്റ്സ് പ്രശ്നമില്ല, നിങ്ങൾ എടുത്തോ അങ്ങനെയൊക്കെ, നോ ഇഷ്യൂസ്. പിന്നെ വേറെന്താണ്? നൂറ, can you say hi? Nerin, hi. Haren, Arenda, hi. Hi. Akbar, super ആയിരുന്നു, ഇഷ്ടമായിരുന്നു. താങ്ക് യു. You played very well, bro. താങ്ക് യു. ഷാൻസിൽ, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷം. അക്ബർക്ക് സുഖമാണ്, 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 സുഖമാണ്. ഒരുപാട് പേര് ആരും മെസ്സേജ് അയക്കാത്തത്. ഫോളോ ചെയ്യാണ്ട് മെസ്സേജ് അയക്ക്. എല്ലാരും ഫോളോ ചെയ്യണ്ടല്ലോ. അമ്മേ, പാട്ട് പാടപ്പോ ആ സമയം കൊണ്ട്. സിംഗ് വൺ സോങ്. വാതിൽ മെല്ലെ തുറന്നു, നാളറിയാതെ ഒന്നൻ ജീവനിലേറിയതാരോ. കാറ്റിലെ കണ്ണിമതല്ലടയാതെ കൊതിയുടെ ഒന്നൻ ജീവനിലേറിയതാരോ. ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു ദിനാവുകൾ കാണുവതാരോ. കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ. ഓക്കെ. ഹായ് ഹായ് ആരാധ്യ, ഹായ് ഇർഫാൻ, ഹായ് അനുമോൾ. അനുവിനോട് ദേഷ്യം എന്നൊക്കെ, ദേഷ്യം വെക്കണമെങ്കിൽ വെച്ചോളൂ. ഷാനവാസ് ഇക്കാടെ അക്ബർ, താങ്ക് യു. അക്ബർ ഫേമസ് ആയി പുറത്തു അക്ബർ. അക്ബർ, ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. ഞാനും നൈസായിട്ട് ഇത് ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. നെവിനെ അടുത്ത ലൈവിൽ ഇൻഷാല്ലാ ആഡ് ചെയ്യാം. നെവിന്റെ ഐഡിയ എനിക്കറിയില്ല. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ആര്യൻ, റിലീസായ പാട്ടിന്റെ 2 വരി ഞാൻ പാടി. മിസിറിലെ ഒന്ന് കണ്ടാലേ ദില്ലാകെ, ഇതുവഴി നീ വന്നപ്പോളാണ് കണ്ണാളെ, സ്വർഗത്തിലെ സർബത്താണ് ചുണ്ടാകെ, കണ്ട മുതലേ ഞാനുണ്ടെന്റെ പിന്നാലെ, അഴകിലയാ ചിരിയാ എന്നെ കൊല്ലാതെ, മിഴിയിലയാ കനലരിയ മജനുവായി, ദുനിയാവിതിലെ അണിയ അലയുമിനി അരികിലായി. വിസിരിലെ ഒന്ന് കണ്ടാലേ ദില്ലാകെ, ഇതുവഴി നീ വന്നപ്പോളാണ് കണ്ണാലെ, സ്വർഗത്തിലെ സർബത്താണ് ചുണ്ടാകെ, കണ്ട മുതലേ ഞാനുണ്ടെന്റെ പിന്നാലെ. അനുവിനോട് ഇത്ര ദേഷ്യം എന്താ? അല്ല, അനുവിനോട് ദേഷ്യമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുവിനെ. നോ ദേഷ്യം. അനു വളരെ പാവമായിട്ടുള്ളൊരു കുട്ടിയാണ്. ആര്യൻ അക്ബർ കോമ്പോസോ സൂപ്പർ, പൊരുതി തന്നെ നിന്നു കിസകൾ.
തീർച്ചയായിട്ടും നമ്മൾ ജിസയിൽ പോയിട്ട് ദുബായിലെ ജിസയിലിന്റെ ഫ്ലാറ്റിൽ നമ്മൾ കൂടും. ടഗൽ സോങ് റിലീസ് ഉണ്ട്, ഫ്രീ കിട്ടിയാൽ കാണാം. ഫങ്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒക്കെ കാണാൻ പറയാം. ഓക്കെ, അതില് തീർച്ചയായിട്ടും വിശ്വസിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ നിൽക്കുള്ളൂ. ഡോണ്ട് വറി. ഞാൻ ആ പേര് ഞാനിവിടെ പറയുന്നില്ല, ഇതിനകത്ത് പറഞ്ഞു വരാം. മീറ്റപ്പ്, തീർച്ചയായിട്ടും മീറ്റപ്പ് ഉണ്ടാവും അടുത്ത് തന്നെ. ചിലപ്പോ നാളെയോ മറ്റന്നോ അല്ലെങ്കിൽ വളരെ അടുത്ത ദിവസങ്ങളിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ കൂട്ടുകാരനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ കൂട്ടുകാരോടൊപ്പം ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വരണം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടിച്ചു പൊളിക്കാം നമുക്ക് ആ ഒരു ദിവസം, വൈബാക്കാം. ആര്യൻ, अकबर, आर्यन, नेविन गैंग सुपर. थैंक यू. बहुत लोगों को पसंद है ना वो गैंग. ट्रायो कॉम्बो अല്ലേ? ആന്റി പട്ട ഗാങ്, ആന്റി പട്ട ബോയ്സ്. ഓ, കോഴിക്കോട് വരും, തീർച്ചയായിട്ടും വരും. സഫ്ന ഫേവറേറ്റ് എവർ. താങ്ക് യു സോ മച്ച്. ആദില നൂറ ദേഷ്യമുണ്ടോ? ഇല്ല, അത് അവര് ആ സമയത്ത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് ആ സമയത്ത് പെരുമാറിയതല്ലേ, അത് കഴിഞ്ഞു. ഗെയിം, that is over. Not all part of the game. Don't say that. Not all part of the game. Not everything part of the game. ഗെയിമിനകത്തും ഒരു സത്യസന്ധത, എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനപ്പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ that is not a part of the game. മനസ്സിലായില്ലേ? ഓക്കെ, ഇല്ല, പാട്ടുകൾ അതിനകത്ത് പാടിയതൊന്നും ഇനി പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, അത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്തിനാ അത് പറയണം. തീർച്ചയായിട്ടും കല്യാണത്തിന് എല്ലാവരും വരണം. പക്ഷെ ഞാൻ ഡേറ്റ് പറയൂല. ചെലവ് കുറച്ചിട്ടുള്ള കല്യാണമാണ്. ഇവളുടെ ഭാഗത്തുനിന്നാണ് ചെലവ് വരാനുള്ള സാധ്യത. 6-7 ദിവസത്തെ കല്യാണം. നിങ്ങളുടെ മൈൻഡ് കൊള്ളാം അക്ബർഗ. forgive, don't forget. യെസ് ഓഫ് കോഴ്സ്, അങ്ങനെ തന്നെയാണ്. എല്ലാവരും സോങ് ബിഗ് ബോസിനെ കുറിച്ച് പാട്. ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ എന്റെ ഇതിനകത്തൊരു പാട്ട് ജസ്റ്റ് ഒരു പാടിയിട്ടുണ്ട്. ഒരു നമ്മളുടെ ലൈൻ കട്ട് വിത്ത് അഞ്ജന നമ്പ്യാറിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഉമ്മാനെ കാണിക്കുമെന്ന് വെച്ചു. ഉമ്മ ആക്ച്വലി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മാനെ ഞാൻ ബസ് കയറ്റി കൊടുത്തു ഇങ്ങോട്ട് പോകാനായി, നാട്ടിലേക്ക് എറണാകുളത്ത് നിന്ന് ചൂണ്ടക്ക് പോകാനായിട്ട്. ഞാൻ ഇപ്പൊ ബസ് കയറ്റി കൊടുത്ത് വന്നിട്ടാണ് ഞാനിപ്പോ ലൈവ് ഇടുന്നത്. ഹലോ റന ഫാത്തിമ, വാട്സ്ആപ്പ് ആർമി ഗ്രൂപ്പ്. താങ്ക് യു. എന്തായിരുന്നു പേര്? എന്തല്ലേ? അക്ബർ നെവിനെ മോട്ടീവ് ചെയ്തത് ഭയങ്കര ഇഷ്ടമായി. തീർച്ചയായിട്ടും അത് ആ സമയത്ത് നമ്മൾ കൂടി മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ പലപ്പോഴായിട്ട് നെവിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ആര്യനെയും ജിസേലിനെയും അപ്പാനീനും ഒക്കെ. പക്ഷെ മറ്റുള്ള ഗ്യാങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അവരാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ പിന്നല്ലേ നമ്മൾക്ക് മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ഷാനവാസ്ക ദേഷ്യമുണ്ടോ? ഷാനവാസ്കായോട് ദേഷ്യമുണ്ടോ? അങ്ങനെ ദേഷ്യമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് അറിയാലോ, ഗെയിമിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഓരോ എപ്പിസോഡുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ കുറെ റീലുകൾ കാണുമ്പോൾ ഇത്രമാത്രം ദ്രോഹിക്കപ്പെടേണ്ട അവസ്ഥ എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം എന്നെ ദ്രോഹിക്കണമായിരുന്നോ എന്ന് വളരെ എന്താ പറയാ, അങ്ങനെ ഒരു തോന്നൽ, അത്രേ ഉള്ളൂ. വേറെ ദേഷ്യമൊന്നുമില്ല. എന്തൊക്കെ ഒരുപാട് തെറി കിട്ടിയതാണ് അനുവാർമിൽ നിന്ന്. എന്നെ PR ഒക്കെ വിളിച്ചിട്ട് ഐ വാസ് ആക്ച്വലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ചിലപ്പോ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ പല സ്റ്റോറി ഇടുന്ന സമയത്തൊക്കെ
നിങ്ങൾ ഒരുപാട് പല ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി ഉണ്ടായേക്കാം ഞാൻ മൂലം. കാരണം മറ്റ് PR ആർമികളിൽ നിന്നൊക്കെ അത് കഴിഞ്ഞു. അത് എനിക്ക് അതിൽ സങ്കടമുണ്ട്. ഇനിയിപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് അതിന് വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം. എന്നെ സപ്പോർട്ട് ചെയ്തവരാണല്ലോ, അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക. എല്ലാവർക്കും ഇല്ല, പലർക്കും. കാരണം അവരത്രയും മറ്റേതൊക്കെ അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ വർക്കുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക. പബ്ലിക് റിലേഷൻ ആണല്ലോ. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് മറ്റാൾക്കാർ, അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെ കരിവാരിത്തേക്കുക എന്നുള്ളതാണ്. സ്വന്തം കണ്ടസ്റ്റൻസിന്റെ നല്ലത് പറയാനില്ലാണ്ടാവുന്ന അവസ്ഥയിലാണ് മറ്റ് കണ്ടസ്റ്റൻസിനെ തേക്കാൻ വരുന്നൊരവസ്ഥ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല. അപ്പൊ അത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഇനിയും. അത്ര തന്നെ, അതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. ഓക്കെ, supported you from the beginning till the end. So happy that I choose the right person to support. Best wishes, Sika. Thank you so much, Emil. ബിഗ് ഫാൻ നന്ദന ദേവ്. താങ്ക് യു നന്ദന. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. ഇനിയും ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അടിച്ചു പൊളിക്കണം. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്ര തന്നെ. താങ്ക് യു. അപ്പം ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും നന്നായിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വായു ശ്വസിക്കുക, നല്ല രീതിയിൽ നല്ല എൻവയോൺമെന്റിൽ ഇരിക്കുക എന്ന് മാത്രം. ഞാനിപ്പോ പുറത്തു വന്നതിന് ശേഷം ഞാൻ ആകെ ഒരു മന്നപ്പിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് അവസ്ഥ, എന്താണ് എനിക്കൊരു ഐഡിയ കിട്ടില്ല. മൊത്തത്തിലൊരു ജെറ്റ്ലാഗും ആകെ ഒരു കിളിപോയ അവസ്ഥയാണ്. അത് ചിലപ്പോൾ ഇനി 2-3 ആഴ്ച എടുക്കും അതൊക്കെ ഒന്ന് ശരിയായിട്ട് വരാൻ. കാരണം അതിനകത്ത് ഞാൻ എൻ്റെ മൈൻഡ്, എൻ്റെ തലവേദനയാണ്. ഞാനിങ്ങനെ ഓരോ സ്ട്രാറ്റജി ആണെങ്കിലും ഓരോരുത്തരുടെ അടുത്ത് എന്ത് റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ എന്ത് പറയണം, എങ്ങനെ അഭിമുഖീകരിക്കണം, എന്തെല്ലാം വരുന്ന വേർബിലി വരുന്ന അറ്റാക്കുകളെ എങ്ങനെ നേരിടണം, അതൊക്കെ ചിന്തിച്ച് തല ആകെ പെരുത്ത് ഇരിക്കുകയാണ്. അത് സത്യം. അപ്പോ ഇനിയൊരു 2-3 ആഴ്ച അങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം, ഒന്ന് റിഫ്രഷ്മെന്റ് വേണം. ഓക്കെ, ലൈൻ കിട്ട ഇന്റർവ്യൂ ഇന്നലെ എടുത്തു, അതെന്തായാലും വരുന്നതാണ്. ഡോണ്ട് വറി. ഓക്കെ ഗൈസ്, സൈനിങ് ഓഫ്. Me, Akhtar Khan, from this live. Thank you for the love and support.